ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഇറങ്ങില്ല. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇരുമ്പുപാലത്ത് നിന്ന് കയറി വരുന്ന സ്ഥലത്താണ് കട്ടമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നാൽ ഇതിവിടെ വരാൻ കാരണം എന്താ വെച്ചാണല്ലോ, നമ്മുടെ ഇവിടെ ഇങ്ങനെ നെൽപ്പാടം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് നെൽപ്പാടങ്ങളുണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ. അപ്പോൾ കുറച്ച് നെൽപ്പാടം, ഇവിടുത്തെ കൊയ്ത്തുത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ നെൽപ്പാടം നമ്മുടെ ഇവിടെ എങ്ങും കാണാനില്ല ഒരു സ്ഥലത്തും. ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതാണ് ഇപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നമുക്ക് നെൽപ്പാടത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതേ കട്ടമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾ നോക്കി നെൽപ്പാടമുണ്ട്. കുറച്ച് നമ്മളിവിടെയൊക്കെ കൊയ്ത് തീർത്തു. ഞാൻ പറഞ്ഞില്ലേ കൊയ്ത്തുത്സവം കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. അവിടെ കൊയ്ത് തീർത്തു. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വരാൻ പറ്റി. ഇന്ന് ഇവിടെ കൊയ്ത്തും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നെൽപ്പാടം നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടോ. അതെ കാണിച്ചു തരാം, എൻ്റെ അടുത്ത് വന്ന് കാണിച്ചു തരാവേ. ആണോ, അതെ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നെൽപ്പാടം എന്ന് വെച്ചാൽ. എൻ്റെയൊക്കെ ഒത്തിരി കുഞ്ഞിലെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് തന്നെ ശരിക്കും ഓർമ്മയില്ല. കുഞ്ഞുനാൾ കാലങ്ങളിലൊക്കെ ഇതുപോലെ നെൽപ്പാടമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ, അതെ ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ അരി എവിടെ നിന്നാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അരി മരത്തേലല്ല ഉണ്ടാവണമെന്നൊക്കെ ആൾക്കാർ പറയും, പിള്ളേർ പറയും കേട്ടോ. അപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ നെല്ല് നിൽക്കണുണ്ടോ, വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ദൂരത്തേക്ക് ഉണ്ടോ, അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ചുറ്റുമുണ്ട്. പിന്നെ ഇവിടെ അല്ലാതെ കുറേ സ്ഥലത്തുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഒത്തിരി താമസിക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും മലകളും ഈ സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, ആനയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്നാലും നമുക്ക് വരാൻ സേഫായിട്ട് വരാം. നല്ല അടിപൊളി കോൺക്രീറ്റ് വഴിയാണ്, എല്ലാ വണ്ടികളൊക്കെ വരും. അപ്പോൾ ഇവിടെ കൊയ്ത്തുത്സവം നടന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ വരാൻ പറ്റി, ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. ഇന്ന് അടുത്തുനിന്ന് കാണിച്ചു ചെയ്തോടത്തേക്ക് കണ്ടോ, നെല്ലുണ്ടോ, എന്ത് സെറ്റപ്പാന്ന് നോക്കി. നല്ല അടിപൊളിയല്ലേ, കിടിലൻ കണ്ടോ. അതാണ് നമ്മുടെ കട്ടമുടി എന്ന് പറഞ്ഞ സ്ഥലം. ഇരുമ്പുപാലത്ത് നിന്ന് വന്നിട്ട് പടിക്കപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പടിക്കപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ നെല്ല് വിളഞ്ഞിരിക്കുന്ന നിങ്ങൾ കണ്ടോ. ഇതൊക്കെ മൊത്തം നെൽപ്പാടങ്ങളാണ് കണ്ടോ. ഇത്ര അടുത്ത് ഇപ്പോഴത്തെ കാലങ്ങളിൽ ചില സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, നെല്ല് കാണിക്കാനും. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതേ ഈ പാടത്തിൻ്റെ മുകളിൽ ഇത് കണ്ടോ, ആനക്കുട്ടീനെയും ഇതിനെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കും അവിടെ മൊത്തത്തിൽ. ഈ വല്ല മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ വന്യമൃഗങ്ങളുടെ ഇഷ്ടംപോലെ ശല്യം ഉണ്ട് കേട്ടോ, അതുകൊണ്ടായിരിക്കും. അവിടെയൊക്കെ അതുപോലെ തന്നെ തൂക്കിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ പാവക്കുട്ടീനെ തൂക്കിയിട്ടുണ്ട്. അന്ന് പറഞ്ഞത് മരത്തേരുതേ കണ്ടോ, ഇത് വെച്ചിട്ടുണ്ട്. അവിടെ അതുപോലെ ഉടുപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. കിളികളോ തത്തയൊക്കെ വന്നിരുന്ന് വിളഞ്ഞ് കഴിയുമ്പോൾ തിന്നില്ലേ, അപ്പോൾ അത് തിന്നാതിരിക്കാൻ വേണ്ടിയായിരിക്കും, അതിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ വെച്ചേക്കണം കണ്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കി കണ്ടോ, അതെ ഇവിടെ ഈ ബാക്കിലൊക്കെ കൊയ്ത് കണ്ടങ്ങളാണ്. കൊയ്ത് കഴിഞ്ഞാണ്. പിന്നെ ഇവിടെ കണ്ടോ കൊയ്യാൻ ഒത്തിരി ഇതുണ്ട് കണ്ടോ. ഇവിടെ കൊയ്യാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇറങ്ങി വന്ന വഴിയാണ് മുകളിൽ കാണുന്നത് കണ്ടോ. അതിലൂടെ ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റും. പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് നമ്മുടെ ഈ ബാഗിൽ. ഇതൊരു കമ്മ്യൂണിറ്റി ഹാളും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല കിടിലാണ്, നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ഈ എന്നാ പറഞ്ഞത്, ഈ ഉച്ച സമയത്ത് വന്നാലും ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ നല്ല തണുപ്പാണ്, തണുത്ത കാറ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് വരും കേട്ടോ. ഈ സമയത്ത് വന്നം, കൊയ്ത് തിരഞ്ഞേക്കും വന്നം. എന്നാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കിളികൾ ഓടിക്കാൻ വേണ്ടി മറ്റേ ആറ്റല്ലേ, ആറ്റനെ ഓടിക്കാൻ വേണ്ടി ഇതെല്ലാം വെച്ചിരിക്കുന്നത് അതിനെയാ. ഇതല്ലേ കഴിഞ്ഞാലേ അവിടുന്ന് സൗണ്ട് കിട്ടും. പോവും. ഇവിടെ ആനയൊക്കെ ഇറങ്ങുമോ? ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഇറങ്ങില്ല. താഴത്തെ സൈഡിൽ ഇറങ്ങും, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങും, കുഞ്ചിപ്പെട്ടിയിൽ ഇറങ്ങും. ഇവിടെ ഇറക്കും കുറവാണ്. എല്ലാ വർഷവും ഇതുപോലെ നെല്ല് വെക്കൂ? ഇത് ഇത്തവണയാ ഞങ്ങൾ തുടങ്ങിയത്. ആദ്യത്തെ ഇതാണ്, അതാണ് കൊയ്ത്തുത്സവം നടത്തിയത്. അതെ ഇത് കണ്ട ഇത് 2018 പ്രളയം വന്നില്ലേ, അതിന് മുമ്പ് പണിയാതെ 2 വർഷം കടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ണ് കയറി മഴവെള്ളം ഒക്കെ ചാടി വന്ന് ഉരുളൊക്കെ പൊട്ടി വന്ന് കണ്ടമുന്ന ഉരുള് പൊട്ടി ഒരു വീടൊക്കെ പോയതാ മുകളിൽ. 18 അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങള് മറ്റേ സർക്കാരിന്റെ ഹരിത കേരള മിഷന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങള് പണി തുടങ്ങിയത്. ഇവിടെ സ്കൂള് നേരത്തെ ഉണ്ടായിരുന്നു, 3-4 സ്കൂളുണ്ടായിരുന്നു. ഏകത്യം സ്കൂളാ നമ്മുടെ ചെളിത്തോടില് സിമ്മിനൊക്കെ അല്ലേ, സിമ്മിനൊക്കെ പഠിപ്പിച്ച് അതില്ല, അത് നിർത്തി. അത് ആദ്യം തന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അതും 2 വർഷം കൊണ്ട് അതും നിർത്തി.
കാരണം ഇവിടെ ഏഴാറ്റ സ്കൂളിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പോയാൽ പിള്ളേർക്ക് മലയാള അക്ഷരം പോലും അറിയാൻ പാടില്ല. ഓ അങ്ങനെ. അത് കാരണം കൊണ്ട് സർക്കാർ ഇത് നിർത്തിയിട്ട് വണ്ടി സ്പെഷ്യലായിട്ട് വണ്ടി വിട്ട് 1 മുതൽ പഠിക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കി കൊടുത്തു. നെല്ലിങ്ങനെ വിളഞ്ഞ് നല്ല സെറ്റായിട്ട് നിൽക്കണുണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കി. ഞാനിപ്പോൾ ഈ പാടത്തോടെയാണ് നടക്കുന്നത് കണ്ടോ. ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരു പണ്ടത്തെ ഒരു ഫീല്, പണ്ടത്തെ ഒരു എന്നാ പറയുന്നത്, ഒരു ചെളിയുടെ മണവും കണ്ടോ. ഈ നെല്ലിൻ്റെ കടഭാഗം കണ്ടോ, അവിടെ ചെളിയും വെള്ളമൊക്കെ നിൽക്കണുണ്ടോ. ഇത്രയും പൊക്കം കേട്ടോ, ഇത്ര ഹൈറ്റിലാണ് ഈ സംഭവം നിൽക്കണത് കണ്ടോ. നോക്കി, ഇത്രയും താഴേന്ന് ഇത്രയും ഹൈറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ എന്നാ പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണ ഒരു ഓർമ്മ. അപ്പോൾ കട്ടമുടിയിലുള്ള നെൽപ്പാടത്താണ് ഞാൻ നിൽക്കുന്നത് കണ്ടോ. നെൽപ്പാടത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറങ്ങി വന്നു കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്ന് അറിയാം. ഇവിടെ ഒരു ചെറിയ ആമ്പൽക്കുളവും ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാ, അടിപൊളി. നിങ്ങൾ വരുമ്പോൾ ഇവിടെ ചോദിക്കണം, ഇവിടെ നമ്മളൊരു വീട്ടിൽ ചോദിച്ചു, ആ ചേട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി വന്നത്. ആ ചേട്ടൻ പറഞ്ഞു ഇറങ്ങി പൊക്കോ, അടുത്ത് നിന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെ കൂടെ വരുമ്പോൾ സൂക്ഷിക്കണം. എന്നാലും തീർ വൈബല്ലേ, അടിപൊളി, സൂപ്പറല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സർക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും വരിക, കാണുക. ഇവരുടെ ഈ കൊയ്ത്തുത്സവം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നടീലുത്സവം ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടമുടിയിലെ അമ്പലം. കട്ടമുടി ഉണ്ടോ, അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുറച്ച് ഗ്രാമങ്ങളും ഉണ്ടോ, നെൽപ്പാടങ്ങളും. അപ്പോൾ അവിടെ വരെ ടാറിങ്ങേ ഉള്ളൂ. ടാറിങ് അല്ല, കോൺക്രീറ്റ് അവിടെ വരെ ഉള്ളൂ. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തി കണ്ടോ. ഇവിടെ കുറേ വീടുകളും ഇതുണ്ട്, ഒരു ചെറിയൊരു ഗ്രാമം പോലെ. പിന്നെ വേറൊരു സംഭവം ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഇതൊരു അമ്പലമാണ് കണ്ടോ. ഇവിടുത്തെ അയ്യപ്പസ്വാമിയുടെ അമ്പലമാണ്. ചെറിയൊരു കലങ്കുണ്ട്, ആ കലങ്കിൻ്റെ അവിടെ വരെയാണ് കോൺക്രീറ്റ് വഴിയുള്ളൂ കണ്ടോ. അത് പിന്നെ ഇങ്ങോട്ട് ചാടിക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെയാണ് ഇവിടുത്തെ. വേണ്ടോ, ഇവിടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ബാക്കി അവശേഷിപ്പുകളെ കാണുന്നുണ്ടോ. നല്ല രസമുണ്ട് ഇത് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ നമ്മുടെ കട്ടമുടി ലാസ്റ്റ് വണ്ടി പോകുന്ന സ്ഥലമാട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ഞങ്ങൾ വണ്ടി പോകുള്ളൂ, പിന്നെ വണ്ടി പോവില്ല. അത് കൊരങ്ങാട്ടി പ്ലാമലേക്ക് പോകുന്ന സ്ഥലമാണ്. നല്ലൊരു പൂക്കളുള്ള മരം നിൽക്കണുണ്ട്. അതിൻ്റെ അടിയിൽ നല്ല സെറ്റല് നോക്കി കാണാനും അതിൻ്റെ അടിയിൽ പോയിരിക്കാനൊക്കെ ഉണ്ടോ. ഇവിടെ വന്നപ്പോൾ എന്തോ പ്രത്യേക ഒരു രസം കേട്ടോ. ഇത് ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, നല്ല മണ്ണിഷ്ടിക കൊണ്ട് പണ്ട് കാലത്തെ വീടുകളും. ഇവിടെ പട്ടികളൊക്കെ ഉണ്ടോ, പട്ടി കുറച്ച് ഇടപാട് തീർക്കും, ഓടിക്കണുണ്ടോ അവരെ. കാപ്പിക്കുരു, നെൽപ്പാടം, കുരുവികൾ, ഹായ് സൂപ്പർ ഉണ്ടോ. നമ്മളിവിടെ വന്നപ്പോൾ ഇലക്ഷൻ്റെ കണ്ടോ, ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മാവേൽ നിറച്ച് മാവ് പൂത്ത് റെഡിയായി കിടക്കുന്നുണ്ട് കേട്ടോ. മാവൊക്കെ പൂത്തിട്ടോ ഇവിടെ. പട്ടികളെ ഓടിപ്പഞ്ഞൊക്കെ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ, കടയുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു കട കണ്ടു. കടയിൽ നിന്ന് മിക്സർ, ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാം കണ്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവരിപ്പോൾ തുറക്കണല്ല, നമുക്ക് അത്യാവശ്യം വേണം പറഞ്ഞുകൊണ്ട് തുറന്നതാണ് കണ്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഇതാണ് കാട്ടുപുകല എന്ന് പറഞ്ഞ സംഭവം. ഈ നാട്ടിൽ വെച്ചാണോ, ഇതാണ് കാട്ടുപുകല. ഇത് അങ്ങനെ കാണാനില്ല, അപൂർവമായിട്ടൊക്കെ കാണാനുള്ളൂ കണ്ടോ. ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാ എന്ന് പറയാവോ. ഇടിച്ചിട്ട് പാടം വെച്ചിട്ട് പിന്നെ മുറുക്കൂല്ലേ. ശരിക്കും പുകലയുടെ ഇത് തന്നെ ഉണ്ടോ, ഉണ്ടല്ലേ. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് അമ്മ നമുക്കൊരു മുറ നെയ്യണം. മുറന്നെ ആണോ, ഇവിടെ മുറത്തിന് വട്ടി എന്നാ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വന്ന വഴി ഇതാണ്. ഇതിലൂടെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇതിലൂടെ അങ്ങോട്ടും കൂടെ വഴിയുണ്ട്, ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ എന്നാ പറഞ്ഞത് കണ്ടോ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന വഴിയുണ്ടോ, ഈ വഴിയിലൂടെ ഇപ്പോൾ ഈ നിൽക്കുന്ന വഴിയിലൂടെ കാട്ടുപോത്തൊക്കെ നടന്നു വരാറുണ്ട്. മൊത്തം കാടാലോ. അപ്പോൾ അവർ പറഞ്ഞ കാട്ടുപോത്തൊക്കെ ഇവിടെ നടന്നു വരാറുണ്ട്. ഈ വഴിയിലൂടെ ഇങ്ങനെ ആ വഴിയിലൂടെ അങ്ങനെ കാട്ടുപോത്ത് മിക്കപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ഇവിടെ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്, തോട്ടിൽ വെള്ളം കുടിക്കാനൊക്കെ വരാറുണ്ട് കാട്ടിൽ നിന്ന്. പിന്നെ എന്നാ പറഞ്ഞത്, ഇതിലൂടെ അങ്ങോട്ട് ആന ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആനയുണ്ടെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ. ഇപ്പോൾ ഇല്ല കേട്ടോ, ഇതിലൂടെ വരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത് കണ്ടോ. ഈ വഴിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കാട്ടിലോട്ടുള്ള വഴിയാണ്, ഉൾവഴിയാണ് അതൊക്കെ. കട്ടമുടിക്ക് പോകുന്ന വഴി കേട്ടോ, അത് വഴി. ആ വഴിക്ക് ഇങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാലവും വെള്ളമുണ്ട്. വെള്ളം കുറവാണ്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോണ്ടല്ലോ നല്ല വെള്ളച്ചാട്ടമായിരുന്നു ഇപ്പം വർഷക്കാലത്തൊക്കെ. പക്ഷേ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ. വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഇത് കുറവ്, സെറ്റപ്പ് കുറവെന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല.